ആദ്യം ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരയിലേക്ക് വന്നു. പ്രമോദ് പുഴങ്കര, ഇക്കുറി അത് 369 ഉറൂസാണെന്നാണ് ഗൂഗിൾ തപ്പിയപ്പോൾ കിട്ടിയത്. എക്കാലത്തേക്കും വിലക്കണമെന്നാണോ അതോ ഇത്തവണ മാത്രം എക്കാലത്തേക്കും നിരോധിക്കണമെന്നാണോ ഇക്കുറി വിലക്കണം എന്നാണോ എന്നറിയില്ല. അതിൻ്റെ വ്യക്തത വരട്ടെ. ശ്രീ പ്രമോദ് പുഴങ്കര, താജ്മഹൽ അല്ല, അത് തേജോ മഹാലയമാണ്, ശിവക്ഷേത്രമായിരുന്നു എന്ന വാദം അന്ന് കേട്ടപ്പോൾ ഓസ്ട്രേലിയ അല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അസ്ത്രാലയമാണ് എന്ന് കേട്ടപ്പോൾ തോന്നിയൊരു ട്രോൾ ചിരിയാണ് തോന്നിയതെങ്കിൽ അടുത്ത കാല ഫാസ്റ്റ് ട്രാക്ക് കോടതി വ്യവഹാരങ്ങൾ കേട്ടാൽ ഇപ്പോൾ ചിരി വരില്ല. ക്രൈസ്റ്റ് റെഡീമറിനും കൊളോസിയത്തിനും ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയ്ക്കും ഒപ്പം ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ ആർക്കിടെക്ചറൽ മാർവലായ താജ്മഹൽ കാണാത്തവർ പെട്ടെന്ന് പോയി കണ്ടോ എന്നൊരു ട്രോൾ കണ്ടു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രോളാണോ ശ്രീ പ്രമോദ് പുഴങ്കര? വാസ്തവത്തിൽ അയോധ്യയ്ക്ക് ശേഷം മതപരമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മതപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷ മതരാഷ്ട്രീയത്തിനെ ഇളക്കിവിടാൻ കഴിയുന്ന, ആളുകളുടെ മതവെറിയെ ഉയർത്താൻ കഴിയുന്ന ഏത് തരത്തിലുള്ള ജീർണമായ തന്ത്രവും പ്രയോഗിക്കുന്നതിന് ഹിന്ദുത്വ രാഷ്ട്രീയവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളായ സംഘപരിവാറും RSSും BJPയും തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു പുതിയ അടവല്ല. 1980കളിൽ ഏറ്റവും ഹിംസാത്മകമായ രൂപത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു പ്രചാരണ തന്ത്രമായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും അത് 1980കളിൽ നിരവധിയായ പരിപാടികളിലൂടെ ജനങ്ങളുടെ ഇടയിൽ മതവെറി ഉണ്ടാക്കുന്നതിനും ഭൂരിപക്ഷ മതത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനുമായിട്ട് ഒരു ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായും അങ്ങനെ രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി 1980കളിൽ 1990കളിൽ നിരന്തരമായി നടത്തിയ ഹിംസാത്മകമായ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ബാബറി മസ്ജിദ് 1992 ഡിസംബർ 6 തകർത്തത്. അതിൻ്റെ തുടർന്ന് 1990കളിലും പിന്നെ 2014 തൊട്ട് ഇങ്ങോട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരം പിടിച്ചടക്കിയ സംഘപരിവാറിന് ഒരു ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിലേക്ക് പോകുന്നതിന്, അത് നേരിട്ടുള്ള ഒരു ഭരണഘടനാ മാറ്റത്തിലൂടെ എന്നുള്ളതിനേക്കാൾ ഉപരി രാഷ്ട്രീയാധികാരത്തിൻ്റെയും സാമൂഹ്യാധികാരത്തിൻ്റെയും സമസ്ത മേഖലകളിലും പിടിമുറുക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാഷിസ്റ്റ് മാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്, ഏറ്റവും അവസാനത്തെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇതിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് നമ്മളിപ്പോൾ കണ്ടത് ജനുവരി 22 നടന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ്. അവിടെ പ്രതിഷ്ഠിച്ചത് ശ്രീരാമനെയോ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ആരാധിക്കുന്ന ദൈവമായി കാണുന്ന ശ്രീരാമനെ അല്ല വാസ്തവത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചത്. അതൊരു പുറംമൂടി മാത്രമാണ്. അവിടെ പ്രതിഷ്ഠിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ രാമനെയാണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഹിംസാരാമനെയാണ്. ഇതിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. അയോധ്യ കഴിഞ്ഞു. അയോധ്യയ്ക്ക് ഇനി ബാക്കി, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇനി ബാക്കി കാശിയും മധുരയുമാണ് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് അവർ കടക്കുകയാണ്. അങ്ങനെയാണ് ഗ്യാൻവാപി മസ്ജിദിൽ അവിടെ ആരാധനയ്ക്ക് അവകാശം ചോദിക്കുന്നത്. ആ ക്ഷേത്രം ആയിരുന്നു അത് എന്ന് അവകാശപ്പെടുന്നത്. പള്ളി പൊളിച്ചാണ് അവിടുത്തെ അമ്പലം പൊളിച്ചാണ് അവിടുത്തെ ക്ഷേത്രം പണിത് എന്ന് അവകാശപ്പെടുന്നത്. എങ്ങനെയാണോ രാമജന്മഭൂമി പ്രശ്നം പൊക്കിക്കൊണ്ടുവന്നത്, എങ്ങനെയാണോ അയോധ്യ പ്രശ്നം ഇന്ത്യയെ മുഴുവൻ ഇന്ത്യൻ മതേതരത്വത്തെ കീറിമുറിക്കുകയും അതിൻ്റെ മുകളിലൂടെ രഥയാത്ര നടത്തിക്കൊണ്ട് ഈ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്ത ഹിന്ദുത്വ തീവ്രവാദവും ഹിന്ദുത്വ രാഷ്ട്രീയവും എങ്ങനെയാണോ ഇന്ത്യയെ വിഭജിച്ചതും അതിൻ്റെ രാഷ്ട്രീയാധികാരം കൈക്കലാക്കിയതും അതിൻ്റെ അതേ മാതൃകയിലും അതിൻ്റെ അതേ പാഠപുസ്തകങ്ങളിൽ നിന്ന് പകർത്തിയ അതേ മാതൃകയിലും അതേ കൈപ്പുസ്തകങ്ങളിലെ അതേ അടവുകളിലും കാശിയിലേക്ക് അവർ കടക്കുകയാണ്. ഇത് അവിടെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ താജ്മഹൽ ഉറൂസ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഹർജിയാകട്ടെ, അല്ലെങ്കിൽ ഭോപ്പാലിലെ അവിടുത്തെ പള്ളി അവിടെ ഒരു ക്ഷേത്രം തകർത്ത് പണിതാണെന്ന് പറഞ്ഞ് പരാതി പോകുന്നു, അത് വീണ്ടെടുക്കണമെന്ന് പറയുന്നു. ഡൽഹിയിലെ ജമാ മസ്ജിദിൻ്റെ പടിക്കെട്ടുകൾ പൊളിച്ച് അവിടെ ഖനനം നടത്തണമെന്നും അതിൻ്റെ അടിയിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടെന്നും അവിടെ ഹിന്ദു വിഗ്രഹങ്ങൾ
വിഗ്രഹങ്ങളുമുണ്ടെന്ന് പറയുന്നു, കുത്തബ് മിനാറിൻ്റെ അടിയിൽ ഗണപതി വിഗ്രഹമുണ്ടെന്ന് പറയുന്നു, ശ്രീരംഗപട്ടണത്തെ മസ്ജിദിൽ അത് ടിപ്പു സുൽത്താൻ തകർത്ത അമ്പലമാണെന്ന് പറയുന്നു, അത് വീണ്ടെടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ എല്ലായിടത്തും നിരവധിയായ ഇടങ്ങളിൽ പുതിയ വർഗീയ സംഘർഷങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ വർഗീയതയുടെയും മതവർഗീയതയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ കലാപശ്രമങ്ങൾക്ക് തിരികൊളുത്തുകയാണ് സംഘപരിവാർ. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ താജ്മഹൽ പോലെ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്. അത് ഇന്നേക്കല്ല, നിരന്തരമായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ പുൽവാമ ആക്രമണവും അതിൻ്റെ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ വളരെ ബോധപൂർവമായി ഉള്ളിൽ നിന്നും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് എല്ലാ തെളിവുകളും സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു പുൽവാമ ആക്രമണം. അത് തങ്ങളുടെ അതിദേശീയതയെ പടർത്തുന്നതിനും അങ്ങനെ സംഘപരിവാർ കൊണ്ടുവരുന്ന ക്ഷുദ്രമായ അതിദേശീയതാവാദം. പക്ഷേ അത് സത്യപാൽ മാലിക് പറഞ്ഞത് നമുക്കറിയൂ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അതിന് അന്വേഷണം നടന്നിട്ടില്ല. അത് അങ്ങനെ അടച്ചു പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം. സത്യപാൽ മാലിക് ഇക്കാര്യം പറഞ്ഞു. പക്ഷേ അത് ഉള്ളിലെ ഗൂഢാലോചനയെ കുറിച്ചല്ല, ആ സമയത്തുണ്ടായ ഈ പറയുന്ന സർക്കാർ മൗനത്തെക്കുറിച്ച് മാലിക് പറഞ്ഞു. അതിൽ സർക്കാർ മുണ്ടിയിട്ടില്ല. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം.